ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംപിയായ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ നീക്കമായിരുന്നു. പക്ഷേ ബി.ജെ.പിയുടെ സുരേഷ് ഗോപി 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചു. LDFന്റെ VS സുനിൽകുമാറിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ തള്ളപ്പെടുകയും ചെയ്തു. അതേസമയം നേരത്തെ ഇടതു വോട്ടുകൾ ബി.ജെ.പിക്ക് മറിഞ്ഞെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. TN പ്രതാപനെ മാറ്റി തൃശൂരിൽ അപ്രതീക്ഷിതമായി മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യം തുടങ്ങിയിരുന്നു. പ്രതാപന് വേണ്ടി എഴുതിയ ചുമരെഴുത്തു പോലും മാറ്റി എഴുതേണ്ടി വന്നു. ഇത് പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കത്തിനും കാരണമായി. മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഇത് പ്രകടമായിരുന്നു. 2019 TN പ്രതാപന് 93,633 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കെ മുരളീധരന് കിട്ടിയത് 3,28,124 വോട്ട് മാത്രമാണ്. അങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. പിതാവായ സാക്ഷാൽ കെ കരുണാകരനെ തോൽപ്പിച്ച തൃശൂരുകാർ ഇത്തവണ മകൻ മുരളീധരനെയും തോൽപ്പിച്ചു. 2016 നേമത്ത് ബി.ജെ.പിയുടെ വിജയം തടഞ്ഞതിൽ നിർണായക പങ്കുവഹിച്ചതും ഇടതുകോട്ടയായ വടകര 2019 പിടിച്ചു നിർത്തിയതിലൂടെയും കൈവന്ന വീരപരിവേഷമായിരുന്നു മുരളീധരനെ തൃശൂർ പിടിക്കാൻ അയക്കുന്നതിന് UDF മുതിരുന്നത്. പക്ഷേ ആ പരീക്ഷണം അപ്പാടെ പാളിപ്പോയിരുന്നു. മുരളീധരൻ തൃശൂരെത്തുന്നതിന് പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനവും കാരണമായിട്ടുണ്ട്. കരുണാകരന്റെ മണ്ണിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയുടെ ഭാഗമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയാൽ അതിന് മറുപടി പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല ആൾ എന്ന നിലയിലാണ് മുരളീധരനെ കോൺഗ്രസ് തൃശൂരിലെത്തിച്ചത്. തൃശൂരിൽ കെ മുരളീധരൻ എത്തിയാൽ പത്മജയുണ്ടാക്കിയ നെഗറ്റീവ് ഇമേജിനെ പ്രതിരോധിക്കാനാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നു. മാത്രമല്ല ഹിന്ദു വോട്ടുകളെ കുറെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്ന വിലയിരുത്തലും മുരളീധരന് അനുകൂലമായിരുന്ന കാര്യങ്ങളായിരുന്നു. പാർട്ടിയുടെ ഈ കണക്കുകൂട്ടലുകളെയെല്ലാമാണ് വൻ തോൽവിയിലൂടെ അട്ടിമറിക്കപ്പെട്ടത്. കരുവന്നൂർ തട്ടിപ്പിലും ഭരണവിരുദ്ധ വികാരത്തിലും പെട്ട ഇടതുപക്ഷത്തിനെതിരായുള്ള വോട്ടുകൾ പോലും തന്റെ പേരിലാക്കാൻ മുരളീധരന് കഴിഞ്ഞില്ല. തൃശൂരിൽ UDFന് നേരിടേണ്ടി വന്ന ഈ കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂരിൽ TN പ്രതാപനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനൊരു അവസാനമുണ്ടായി എന്ന് കരുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പോര് നടക്കുകയാണ്. പ്രതാപൻ സംഘപരിവാർ ഏജന്റാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രതാപനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് വീണ്ടും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്റർ DCC ഓഫീസ് മതിലിലും പ്രസ് ക്ലബ് പരിസരത്തുമാണ് പതിപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ TN പ്രതാപൻ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ KC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടത്താനിരിക്കെയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പരസ്പരം ചെളിവാരി എറിഞ്ഞുള്ള നേതാക്കളുടെയും അണികളുടെയും പരസ്യ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷനായി ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ പോസ്റ്റർ യുദ്ധം വിലക്കിയിരുന്നു. പരസ്യ പ്രതികരണങ്ങൾക്കും വിലക്കുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് O അബ്ദുറഹ്മാനും അനിൽ അക്കരയും ഉൾപ്പെടുന്ന സമിതിയെ ചുമതലപ്പെടുത്തിയതായും DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ അറിയിച്ചിരുന്നു. തൃശൂരിലെ UDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കടുത്ത അമർഷം പുകയുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതിൽ TN പ്രതാപനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. TN പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും എഴുതിയ പോസ്റ്റർ DCC ഓഫീസിന്റെ മതിലിലടക്കം അന്ന് പതിപ്പിച്ചിരുന്നു. നഗരത്തിൽ പലയിടത്തും ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ തന്നെയായിരുന്നു സംഘപരിവാറിന് നട തുറന്നു കൊടുത്തത് TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണെന്ന വിമർശനമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ രംഗത്തെത്തിയതും. മുഹമ്മദ് ഹാഷിം, എബിമോൻ തോമസ്, കാവ്യ രഞ്ജിത്ത്, മുഹമ്മദ് ഷറൂഖ് എന്നിവരായിരുന്നു അന്ന് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. തൃശൂരിലെ പരാജയത്തിന് കാരണക്കാർ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അന്ന് വിമർശിച്ചത്.
തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയും അതൃപ്തിയുമുണ്ട്. അതിന് കാരണം ജില്ലാ നേതൃത്വമാണ്. കെ മുരളീധരന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ പ്രവർത്തകർക്ക് എന്താകും സ്ഥിതി? നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമാണെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അന്ന് ആരോപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ UDF നേതൃത്വത്തിന് ആയില്ല എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. ചാലക്കുടിയിലും ആലത്തൂരിലും അത് പ്രകടമാണെന്നും അക്കാര്യം ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകുന്നതിലേക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ പ്രതാപനെതിരെ 3 പോസ്റ്ററുകളാണ് ഇന്ന് നഗരത്തിൽ പ്രചരിച്ചത്. RSS സംഘപരിവാർ ഏജന്റ് TN പ്രതാപനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, പ്രതാപൻ കോൺഗ്രസിന്റെ ശാപം, പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക, പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നിങ്ങനെയാണ് TN പ്രതാപനെതിരെ ഉയർന്ന പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലും DCC ഓഫീസിന് സമീപത്തുമാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത്. ഈ പോസ്റ്ററുകളിൽ DCC ഓഫീസിന് സമീപത്തെ പോസ്റ്റർ കോൺഗ്രസ് പ്രവർത്തകർ മാറ്റുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക സ്ഥാനം ഏറ്റെടുത്ത ശേഷം DCCയുടെ മതിലുകളിൽ കോൺഗ്രസിനെതിരായ പോസ്റ്ററുകൾ പതിക്കരുതെന്ന് ആവശ്യപ്പെടുകയും പരസ്പരം കരിവാരി തേക്കുന്ന പ്രവൃത്തിയിൽ നേതാക്കൾ ഏർപ്പെടരുത് എന്ന് പറഞ്ഞതിന് പിന്നാലെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് തമ്മിൽ തല്ല് രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ്.